ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മൾ മിനി വ്ളോഗ് എടുത്തവർക്ക് അറിയാം ഇത് എന്ത് വ്ളോഗാണെന്ന്. അപ്പോൾ അറിയാമായിരിക്കൂലേ? അപ്പോൾ അറിയില്ലെങ്കിൽ ഷോർട്സ് പോയി കാണുക, അപ്പോൾ അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഷോർട്സിൽ പോയി കാണുന്ന നിമിഷം കൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, ഞാൻ കഷ്ടപ്പെട്ടൊരു വീഡിയോ എടുക്കണ എല്ലാ വ്ളോഗറല്ലേ, നിങ്ങൾ അതിൻ്റേതായ സപ്പോർട്ട് എനിക്ക് തരണ്ടേ ഗൈസ്? അപ്പം തന്നെ കേട്ടോ. അപ്പം ഞങ്ങൾ രാവിലെ തന്നെ എന്നെ എണീപ്പിച്ച് ഞാൻ കുളിച്ച് റെഡിയായി. അപ്പം ഞാൻ നല്ല ഹാപ്പി ആയിട്ടാണ് അവിടെ ഞങ്ങൾ സ്റ്റോപ്പിൽ നിൽക്കണ്ടായിരുന്നു. സ്റ്റോപ്പിൽ നിന്നപ്പോൾ ബസ് വന്ന് അങ്ങനെ ബസ്സിൽ കയറി ഇരുന്നപ്പോൾ ഇതാട്ടോ ഡ്രൈവർക്കാക്ക. അപ്പോൾ നമ്മൾ നേരത്തെ കണ്ടൊരു സാറാണ് ഞങ്ങളുടെ മെയിൻ സാർ എന്ന് പറയുന്നത് ഈ പരിപാടിയിൽ, ഈ പ്രോഗ്രാമിൽ തന്നെ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും വന്നിട്ടുണ്ട്. പ്രോഗ്രാമിൽ വന്ന കാക്കമാർ ഇത്തമാരൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. അപ്പോൾ ബസ്സിൽ അപ്പം ഞാനിങ്ങനെ പോകണ സമയത്താണ് എനിക്കൊരു ഓർമ്മ വന്നത്, ഇത് കോമ്പറ്റീഷനാണ്. ഞാൻ അപ്പം തന്നെ പോയി ഗൈസ്, എൻ്റെ ഉള്ള ധൈര്യമൊക്കെ പോയി. അപ്പം ഞാൻ വിചാരിക്കും ഈ ക്ലാസ് നിന്ന് തുറക്കാത്തീന്ന് കുറച്ച് കഴിഞ്ഞപ്പോഴല്ലേടെ കണ്ടത് നല്ല തണുത്ത കാറ്റ് വന്നത്. അപ്പം നിങ്ങൾ ഷോർട്സ് വീഡിയോസിൽ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഞാൻ ഈ പകുതി വീഡിയോസ് എടുക്കുമ്പോഴേക്കും നല്ല തണുത്ത കാറ്റ് വരുമ്പോൾ ഞാൻ ശ്വാസം വിടുന്നുണ്ട്. നിങ്ങൾ കണ്ടിട്ട് ശ്രദ്ധിച്ചെന്ന് വിചാരിക്കുന്നു. അതാണ് ബസ്സിൻ്റെ പേര്. പിന്നെ ഈ പ്രോഗ്രാം നടക്കുന്നതിൻ്റെ പേരെന്ന് പറയണത്. അപ്പോൾ രജിസ്ട്രേഷൻ അവിടെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ രജിസ്ട്രേഷൻ കാര്യം നടക്കുകയാണ്. സാറ് നോക്കി അങ്ങനെ ഇതാണ് ഉദ്ഘാടനം ചെയ്യുന്ന സാറെന്ന് പറയുന്നത്. ഡോക്ടറാണ്, മെയിൻ ഡോക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ ഡോക്ടർ ഉദ്ഘാടനം ചെയ്യാട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ കിട്ടുന്ന അവസരമൊന്നും പാഴാക്കരുതെന്നാണ്. അപ്പോൾ നിങ്ങൾ പാഴാക്കാണ്ട് നിങ്ങൾ ഓരോ വേദിയിലും പോയി പങ്കെടുക്കുക. നിങ്ങൾക്ക് കഴിവ് തെളിയിക്കുക. ഇതാണ് വന്നിരിക്കുന്ന ചെടി. ഈ ചേട്ടൻ കാർട്ടൂൺ പോലെ എല്ലാവരും വരയ്ക്കും കേട്ടോ ഗൈസ്. അങ്ങനെ എല്ലാ സ്ഥലത്തും പോയി വരച്ച് പ്രശസ്തിയായ ഒരാളാണ് ഈ ഒരു ചേട്ടായി. കാല് പാടില്ലാത്ത ചേട്ടായി കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ മെയ് 2 ഒരു ദിനമുണ്ട്, ഒരു ഗുരുയുടെ ഡേ ആണെന്ന്. ഒരു അന്ധയായ ഒരു ഗുരു എങ്ങനെയാണ് പ്രശസ്ത എന്നുള്ള ഒരു ഗുരുയുടെ ഒരു ഡേ ആണെന്ന്. ഭക്ത സുമർദാസ് ജയന്തി എന്നാണ് അതിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഷോർട്സിൽ കണ്ടവർക്ക് അറിയാം, ഷോർട്സിൽ കുറേ പരിപാടി ഇട്ടിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിനകത്ത് ഏർപ്പെടാൻ പോയിട്ടില്ല. പ്രോഗ്രാം പോകുന്നവർക്ക് അറിയാൻ പറ്റും. അതിൻ്റെ ഒരു മെയിൻ ഒരു അവസ്ഥ ഉണ്ടാവില്ല, നമുക്കൊരു ടെൻഷനും കാര്യങ്ങളും, വെപ്രാളം, അങ്ങോട്ടും ഇങ്ങോട്ടും ഓടും, ഡ്രസ്സ് മാറി അത് ചേഞ്ച് ചെയ്യണം, അത് ഇതൊക്കെ ഉണ്ടാവുമല്ലോ. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ വീഡിയോ ഒന്നും എടുക്കാൻ പോയില്ല. അപ്പോൾ ഉമ്മച്ചിയാണ് അവരുടെയൊക്കെ വീഡിയോ എടുത്തത്. ഷോർട്സിൽ കണ്ടു എന്ന് വിചാരിക്കുന്നു. കണ്ടിലേക്ക് പോയി കാണും. അപ്പോഴേക്കും അവിടെ സദ്യ വന്നു. സദ്യ ഞങ്ങൾ കഴിക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അങ്ങനെ അപ്പുറം ഞങ്ങൾ പ്രോഗ്രാമിൻ്റെ അപ്പുറം ഒരു ക്രിസ്ത്യൻ വിവാഹം നടക്കുന്നുണ്ട്, കല്യാണം നടക്കുന്നുണ്ട്. അവിടെ സദ്യ തന്നെയാണ്, അവരുടെ ഭാഗമായിട്ടുള്ള സദ്യയൊക്കെ ഉണ്ട്. അപ്പോൾ അതേ ഉമ്മച്ചി പപ്പടം കുഴച്ച് കഴിക്കുകയാണ് കഴിച്ച്. ഞാൻ ഇങ്ങനെയായിട്ട് കഴിച്ച് കഴിച്ച്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയാണോ കഴിക്കാറ്? സദ്യ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് കഴിക്കാറെന്ന് വെച്ചാൽ കമൻറ്റ് ചെയ്യുക ഗൈസ്. അപ്പോൾ ഒരു കഴിക്കുകയാണെങ്കിൽ ആ വടിച്ച് നല്ല നാക്ക് ഇതൊക്കെ നല്ല വടിച്ച് കഴിക്കണം, എന്നാലേ ഫുഡ് നല്ല ഫിനിഷ് ആവുള്ളൂ എന്ന് പറയണം. പണ്ടുള്ള ആൾക്കാരൊക്കെ കേട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. കേട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ ഗൈസ്. അപ്പോൾ സാറങ്ങനെ ഞാൻ കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ സാറ് അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പറഞ്ഞുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അങ്ങനെ പറഞ്ഞത്. ഇതാണ് സാറ്, ഞാൻ ഫുഡ് കഴിച്ച് കഴിഞ്ഞപ്പോൾ പരിചയപ്പെട്ട സാറാണിത്. ഇത് സാറ് കാൽ സുഖമില്ലാത്ത സാറാണ്. അപ്പോൾ ഈ സാറ് ഓട്ടോറിക്ഷയൊക്കെ ഓടിക്കിട്ടു കഴിച്ചു. അതിനാണ് സംവിധാനമൊക്കെ ഉണ്ട് സാറ്. അപ്പോൾ സാറ് നല്ല മണിച്ചേട്ടൻ്റെ പാട്ടാണ് പാടുന്നത്. പാട്ടെന്ന് പറയണത് കൈകൊട്ട് പെണ്ണെ ആ പാട്ടാണ് പാടുന്നത്. അപ്പോൾ എനിക്ക് മണിച്ചേട്ടന് കുറേ ഓർമ്മകളും സിനിമകളൊക്കെ വന്ന് എന്ന് വെച്ചാൽ അതിന് നല്ല 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 കഥ അഭിനേതാവാണല്ലോ, നല്ല പാട്ടുകാരനും നല്ല മിമിക്രിക്കാരനൊക്കെ ആണല്ലോ. അപ്പോൾ അദ്ദേഹം ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. എൻ്റെ ഒരു വിഷമം കൂടി അയാൾ ഞങ്ങൾക്ക് ഒരു ഉഷാറാൻ വേണ്ടിയിട്ട് പറഞ്ഞതാണ്. ഞങ്ങൾ ഫുഡ് കഴിച്ച് ഇങ്ങനെ നമുക്കൊരു ടയേർഡ് ആവുമല്ലോ, അങ്ങനെയുള്ള അവസ്ഥയിൽ പാടിയതാണ്. അങ്ങനെ ഇതാണ് എനിക്ക് കിട്ടിയത്. പാട്ടിനും ഡാൻസും ഗ്രൂപ്പ് ഡാൻസിനാണ് എനിക്ക് കിട്ടിയത്. ഈ പാട്ടിന് ഒട്ടും കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചില്ല. എനിക്ക് അതൊക്കെ ഓരോ കഴിവുണ്ടെന്ന് പറയണത് കേട്ടിട്ടില്ലേ, അതേപോലെയാണ്. ഡാൻസിൽ മാത്രമേ എനിക്ക് ഇതുള്ളൂ, പാട്ടിലൊന്നും ഞാൻ അത്ര ആക്റ്റീവ് അല്ല ഗൈസ്.
അപ്പം നമുക്ക് ഓരോ വേദി കിട്ടുമ്പോഴും ആ വേദി നമ്മൾ വേദി പോയി പങ്കെടുക്കണം ഗൈസ്. അങ്ങനെ വേദി കിട്ടിയിട്ടും പോവാതിരിക്കാൻ മോശമാണ് ഗൈസ്. ഇവരുടെ കയ്യിൽ നിന്ന് മേടിക്കണമെങ്കിൽ ഒരു ഭാഗ്യം തന്നെ വേണം, അങ്ങനെ വേണം കരുതാൻ. അപ്പം നമ്മൾ ഈ അമ്മേനെ കണ്ടിട്ടുണ്ടാവും. ഹാപ്പി അല്ലേ മോനെ എന്നൊക്കെ പറയണ ഒരു സീൻ കണ്ടിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ആ ഫോട്ടോ ഒക്കെ എടുത്തു. ഞങ്ങളങ്ങനെ അമ്മേ ഹാപ്പി അല്ലേ എന്ന് കണ്ടു, അങ്ങനെ ചോദിച്ചു. അപ്പോൾ ഹാപ്പി ആണെന്ന് പറഞ്ഞു. അങ്ങനെ പരിപാടി ഏകദേശം കഴിയാറായി. അങ്ങനെ എൻ്റെ ഡാൻസോടുകൂടിയാണ് പരിപാടി കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ ഡാൻസ് ഫുൾ വീഡിയോ വരുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.